എങ്ങും അവനുണ്ട്. ലോകത്തിന് സുവിശേഷം കൊടുക്കാതെ നമുക്ക് പാപത്തിൻ്റെ ബന്ധനത്തിലായിരിക്കുന്ന, അന്ധകാരത്തിലായിരിക്കുന്ന ജനത്തെ രക്ഷിക്കാൻ കഴിയില്ല. സുവിശേഷം ലോകത്തിന് കൊടുക്കുന്നതിലൂടെ നമുക്ക് മാനവരാശിയിൽ മൊത്തം യേശുവിലേക്ക് നയിക്കാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 38 വരെ വചനങ്ങൾ. യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ, അതായത് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശു പറയുക, വിളവധികം, വേലക്കാര് ചുരുക്കം. ഇടയനില്ലാത്ത ആടുകളെ പോലെ അലയുന്ന ജനത്തെ കണ്ട് സങ്കടപ്പെടുന്ന യേശുവിനെയാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. യേശു കണ്ണുകൾ ഉയർത്തി നോക്കി. യേശു പറയാ, വിളവധികം, വേലക്കാര് ചുരുക്കം. ദൈവരാജ്യത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ ആളുകൾ കുറഞ്ഞു പോയതിൻ്റെ വിഷമത്തിലാകർത്താവ്. ധാരാളം വേലക്കാരുണ്ടായിരുന്നു. അനേകം വേലക്കാര് സുവിശേഷ വേലയൊക്കെ വിട്ട് സ്വന്തം വഴികൾ തേടിപ്പോയി. ഉള്ള വേലക്കാര് ആത്മാർത്ഥമായിട്ട് ആത്മാക്കളെ നേടുവാൻ ദൈവരാജ്യത്തിനു വേണ്ടി വേല ചെയ്യുന്നില്ല. ഉള്ള വേലക്കാര് മറ്റു പല കാര്യങ്ങളിൽ വ്യഗ്രതപ്പെട്ട് അവരങ്ങനെ നടക്കുകയാണ്. സാത്താന്റെ അടിമത്തത്തിൽ, പൈശാചിക ബന്ധനത്തിൽപ്പെട്ട് നശിക്കുന്ന വലിയ ഒരു ജനസമൂഹം ലോകം എമ്പാടുമുണ്ട്. ഇന്ന് സുവിശേഷവൽക്കരണം നടക്കേണ്ടത് വിജാതിരുടെ ഇടയിൽ എന്നതിനേക്കാൾ ഉപരി ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയിലാണ്. ക്രൈസ്തവ വിശ്വാസികളുടെ ഇടയിൽ സുവിശേഷവൽക്കരണം നടക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് കാഴ്ചപ്പാടുകൾ മാറിപ്പോയിരിക്കുന്നു. പണം സമ്പാദിക്കുക, ഉന്നത വിദ്യാഭ്യാസം, സുഖലോലുപത, ലോകത്തിൻ്റെ നേട്ടങ്ങൾ, അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ആത്മാക്കളെ നേടുവാനുള്ള ദാഹമോ, ആത്മാക്കൾ നശിച്ചു പോകുന്ന മനുഷ്യൻ പാപത്തിലും തിന്മയിലും വീണ് നശിച്ചു പോകുന്നതോർത്ത് ഒന്ന് വേദനിക്കുവാൻ, അവർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുവാൻ, അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളിക്കുവാൻ ആളുകൾ കുറഞ്ഞു പോയിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അനുകമ്പ തോന്നി. ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിതറിപ്പോയ ജനസമൂഹം, ഇവർക്ക് വേണ്ടി സുവിശേഷം കൊടുക്കുവാൻ, നശിച്ചു പോകുന്ന ആത്മാക്കളെ നേടുവാനായിട്ട് വേല ചെയ്യുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ്. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ്. ദൈവരാജ്യത്തിനു വേണ്ടി നമ്മൾ വേല ചെയ്യണം. ദൈവരാജ്യത്തിനു വേണ്ടി വേല ചെയ്യുക എന്ന് പറഞ്ഞാൽ ആത്മാക്കളെ നേടുവാനുള്ള ഒരു വലിയ ദാഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തുതി. പരിശുദ്ധാത്മാവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തുതി. പരിശുദ്ധാത്മാവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി. ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തില് 9-ാം അധ്യായത്തിന്റെ 1-2 വചനങ്ങൾ. എൻ്റെ ശിരസ് ഒരു കണ്ണീർ തടാകവും എൻ്റെ കണ്ണുകൾ അശ്രുധാരയും ആയിരുന്നെങ്കിൽ എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഖിതന്മാരെ ഓർത്ത് ഞാൻ രാപ്പകൽ കരയുമായിരുന്നു. മരുഭൂമിയിൽ എനിക്കൊരു വഴിയമ്പലം ലഭിച്ചിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ജനത്തെ വിട്ട് അകന്നു പോകുമായിരുന്നു. അതും പറയുക, എൻ്റെ ശിരസ് ഒരു കണ്ണുനീർ തടാകമായിരുന്നെങ്കിൽ, എൻ്റെ കണ്ണുകളിലൂടെ നദി പോലെ അശ്രുധാര ഒഴുകിയിരുന്നെങ്കിൽ. ജെറമ്യായുടെ ഒരു വേദനയായത്, എൻ്റെ ശിരസ് ഒരു കണ്ണുനീർ തടാകമായിരുന്നെങ്കിൽ, എൻ്റെ കണ്ണുകളിലൂടെ അശ്രുധാര ആയിരുന്നെങ്കിൽ, എൻ്റെ കണ്ണുകൾ ഒരു നിരന്തരം അശ്രുധാര കണ്ണുനീരൊഴുകുന്ന കണ്ണായിരുന്നെങ്കിൽ, എൻ്റെ ജനത്തിൻ്റെ നിഖിതന്മാരെ ഓർത്ത് ഞാൻ രാപ്പകൽ കരയുമായിരുന്നു. നിഖിതന്മാർ, മരിച്ചുപോയവർ, ആത്മാവിൽ മരിച്ചവർ, ദൈവത്തിൽ നിന്ന് അകന്നു പോയവർ, തകർച്ചയിൽപ്പെട്ടവർ, രോഗത്തിൽപ്പെട്ടവർ, ആത്മഹത്യയുടെ വക്കിലായിരിക്കുന്നവർ, അങ്ങനെയെല്ലാം മനുഷ്യരിങ്ങനെ വേദനിക്കുക. പല വിധത്തിൽ ലോകമെമ്പാടും മനുഷ്യർ കഷ്ടപ്പാടില്ല. തകർച്ചകളും വേദനകളും നൊമ്പരങ്ങളും കടബാധ്യതകളും എല്ലാം. ഒരിക്കൽ ഞാൻ ഓർക്കാണ്, ഇവിടെ ഒരു ചേച്ചി ധ്യാനിക്കാൻ വന്നു. ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്നൊരു ചേച്ചിയാണ്. ആ ചേച്ചിയുടെ അനുഭവം നമുക്ക് ഒത്തിരി സങ്കടം തോന്നുന്നൊരു അനുഭവം. അവർക്ക് 2-3 കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്നു. ഈ ചേച്ചിയുടെ ഭർത്താവ് ഒരു ടാപ്പിംഗ് തൊഴിലാളിയാണ്, റബ്ബർ വെട്ടുകാരനാണ്. ഈ റബ്ബർ വെട്ടുകാരനായ ഈ മനുഷ്യന് ആസ്മ എന്ന ഒരു രോഗമുണ്ട്. അദ്ദേഹത്തിനായിട്ട് ടാപ്പിങ്ങും പണിയും ജോലിയും കുടുംബമൊക്കെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. വലിയ കഷ്ടപ്പാടിലൂടെ ഇങ്ങനെ ജീവിച്ചു പോവുക. അദ്ദേഹം മദ്യപാനം അങ്ങനെ പുകവലിക്കും, അങ്ങനെ ശീലമൊക്കെ ഉണ്ട്. ഒരു സാധാരണ ഒരു ക്രിസ്ത്യാനി, അത്രയേ ഉള്ളൂ. അങ്ങനെ ജീവിച്ചു പോയ ഈ മനുഷ്യന് ശ്വാസം മുട്ടൽ കൂടി പണിയൊന്നും ചെയ്യാൻ വയ്യാതായി. പരിശോധനയിലാണ് അദ്ദേഹത്തെ ലങ്സിന് ക്യാൻസറാണ്. വീട് പട്ടിണിയാകുന്ന അവസ്ഥ. മക്കളെ പോറ്റണം, കുടുംബം പോറ്റണം, വീട് പട്ടിണിയാകുന്ന ഒരവസ്ഥയിലേക്കായി. കാരണം ജോലി ചെയ്യാനായിട്ട് മാർഗമില്ല. ആസ്മ രോഗം, ക്യാൻസർ ബാധിച്ചു. ചികിത്സ ചെയ്യുവാനായിട്ട് മാർഗങ്ങളൊന്നുമില്ല. ചികിത്സേനെ പണം വേണം. ഒരു ദിവസം കുട്ടികളൊക്കെ സ്കൂളിൽ പോയി. ആ ചേച്ചി കടയിൽ എന്തോ സാധനം വാങ്ങാനായിട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ വീട് അടച്ചു പൂട്ടി കിടക്കുകയാണ്. മുട്ടി വിളിച്ചിട്ട് തുറക്കുന്നില്ല. അവരിവിടുന്ന് ഒച്ച വെച്ചു. അയൽവാസികൾക്ക് വന്ന് കൂടി കതക് ചവിട്ടിപ്പൊളിച്ചു. കിടപ്പുമുറിക്കുള്ളിൽ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തിരിക്കുക, തൂങ്ങി മരിച്ചു. അവിടെ ഒരു എഴുത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ജീവിക്കാൻ നിവൃത്തിയില്ല, ചികിത്സിക്കുവാൻ പണമില്ല, മുന്നോട്ട് നോക്കിയാൽ ഒരു പ്രതീക്ഷകളുമില്ല. എഴുത്തെഴുതി വെച്ചിട്ട് ജീവിതം അവസാനിപ്പിക്കുകയാണ് ആ 45 വയസ്സുകാരനായ ടാപ്പിംഗ് തൊഴിലാളി. ആ ചേച്ചി എന്നോട് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലങ്ങ് വിഷമമായി, വേദനയായി. ഞാൻ ഓർക്കുകയായിരുന്നു, ദൈവമേ, ആ മനുഷ്യന് ഒരു ധ്യാനത്തിന് പങ്കെടുത്തിരുന്നെങ്കിൽ ഉറപ്പാണ് ആത്മഹത്യ ചെയ്തില്ല. ഒരുപക്ഷെ ആ മനുഷ്യൻ ഒരു ധ്യാനത്തിന് പങ്കെടുത്തിരുന്നെങ്കിൽ ആ ലങ്സിലെ ക്യാൻസർ കർത്താവിന് സൗഖ്യമാക്കാൻ കഴിയുമായിരുന്നു. കഴിയുമോ? കഴിയും. ദൈവത്തിലേക്ക് മുഖമുയർത്താതെ നിരാശപ്പെട്ട് ആത്മഹത്യയിൽ ആ മനുഷ്യൻ ജീവിതം അവസാനിപ്പിക്കുക. ഇതുപോലെ എത്രയോ കുടുംബങ്ങൾ
അതുപോലെ മറ്റ് പാപവഴിയിൽ ലഹരിക്ക് അടിമത്തം, മദ്യത്തിൻ്റെ അടിമകൾ, അങ്ങനെയെല്ലാം എത്രയോ കുടുംബങ്ങളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ രക്ഷിക്കുവാൻ, ഈ ആത്മാക്കളെ നേടുവാൻ ഒരു ദാഹം നമുക്കുണ്ടാവണ്ടേ? നമ്മുടെ ചുറ്റുവട്ടത്തേക്ക് നോക്കിക്കേ, എത്രയോ മനുഷ്യരാ അധപ്പതിച്ച ജീവൻ നയിക്കുന്നവർ, പാപത്തിൻ്റെ മ്ലേച്ഛതയിൽ ജീവിക്കുന്നവർ. എത്രയോ ക്രിസ്ത്യാനികളാ യഥാർത്ഥത്തിൽ വിജാതിയരെക്കാൾ മോശമായ ജീവിതം നയിക്കുന്നവർ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, സുവിശേഷവൽക്കരണം നടക്കേണ്ടത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയിൽ തന്നെയാണ്. മദ്യപാനവും വ്യഭിചാരവും തകർന്ന കുടുംബന്ധങ്ങളും വിവാഹമോചനവും എല്ലാം. ഇതിന് എന്താ ഒരു പരിഹാരം? ഒറ്റ പരിഹാരമേ ഉള്ളൂ, അവർ ദൈവത്തിൻ്റെ വചനം കേൾക്കുക. സുവിശേഷം കേൾക്കുന്നതിലൂടെ അല്ലാതെ ഒരു കുടുംബവും യഥാർത്ഥമായ രക്ഷയിലേക്കോ സന്തോഷത്തിലേക്കോ സമാധാനത്തിലേക്കോ കടന്നു വരത്തില്ല. സമാധാനത്തിനും രക്ഷയ്ക്കും എല്ലാം ഒറ്റ വഴി ജീവിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. അതാണ് യേശു തൻ്റെ അപ്പസ്തോലന്മാരോട് പറയുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 16:15, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. ഇതാ കർത്താവ് തന്ന നിർദ്ദേശം. ഇതൊരു കൽപ്പനയാണ്. അപ്പം സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ അതെൻ്റെ കടമയാണ്. സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ നിനക്ക് ദുരിതം. സുവിശേഷത്തിന് വേണ്ടി നിന്റെ ജീവിതത്തിൽ കൊടുക്കുന്നില്ലെങ്കിൽ, നിന്റെ സമ്പത്ത് ചെലവാക്കുന്നില്ലെങ്കിൽ, നിന്റെ സമയം ചെലവഴിക്കുന്നില്ലെങ്കിൽ നിനക്ക് ദുരിതം എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്.